അറിഞ്ഞില്ലേ നിങ്ങള്? ഇനി വരാൻ പോകുന്ന ഭാവി സ്ഥാനാർത്ഥിയും എക്സിസ്റ്റിംഗ് ഞങ്ങളുടെ MLA യും ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുമായ ശ്രീമതി വീണ ജോർജ്. ഇത് ശരിക്കും ഭയങ്കര സ്ട്രേഞ്ച് ആണ്. കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരുന്നു, തുടക്കം മുതലേ വിവാദങ്ങളിലാണ്. അങ്ങനെ ശരിക്കും ഇത്രയധികം വിവാദങ്ങളാകപ്പെട്ട വേറൊരു മന്ത്രി ഇല്ലെന്ന് തന്നെ വേണം പറയാം. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഇത് തന്നെ അവസരം. 10 കൊല്ലമായിട്ട് അവിടെ കോഴഞ്ചേരി പാലത്തിന്റെ പണി നടക്കുക. താങ്കൾ മന്ത്രിയായിരുന്നു, ആ പാലത്തിന്റെ പണി ഇപ്പോഴാണ് തീരാറായത്, തീർന്നിട്ടില്ല, ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അതിന്റെ റീസൺ എനിക്ക് അറിയാം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. അടുത്ത് ടെൻഡർ ചെയ്തു, 6 തവണ ടെൻഡർ ചെയ്തു. ഒരു ടെൻഡർ എന്ന് പറഞ്ഞാൽ കിഫ്ബിയുടേത് 30 ദിവസം മിനിമം. ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അല്ലെങ്കിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. അങ്ങനെ 6 തവണ ടെൻഡർ ചെയ്തു. അപ്പം മിനിമം 30x6 തന്നെ അത്രയും 1 വർഷം എടുത്തു. അപ്പം 4.5 വർഷം. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. ഈ കത്രിക കേസിൽ എന്താണ് അന്വേഷണം ഇപ്പൊ നടന്നത്? ഈ അതിനുശേഷമുള്ള അപ്ഡേറ്റ് എന്താണ്? ഫോർസെപ്സിന്റെ കാര്യത്തിൽ ശരിക്കും ഇത് നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂലെന്ന്. ഞാൻ പിന്നെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്നത് പറയായിരുന്നേണ്. 2017 ലാണ് ഒരു കോഴിക്കോട്ടിലൊരു വിഷയം ഉണ്ടാകുന്നത്, അർഷീന എന്ന യുവതിയുടെ വിഷയം ഉണ്ടാകുന്നത്. ഇത് രണ്ടാമത് ഉഷ ജോസഫിൻ്റേത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ളത്. പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തില്ല വാസ്തവത്തിൽ ആ സമയത്ത്. എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ, ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. പക്ഷെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? കേരളത്തിൻ്റെ സർക്കാർ ആരോഗ്യ മേഖല തകർന്നു, വെന്റിലേറ്ററിൽ. ഇതൊരു നരേറ്റീവാണ്. ചെറുപ്പം മുതലേ ഇത് കേട്ട് കേട്ട് ഞാൻ വെറുത്തു പോയതാണ്. പറയുന്ന നിങ്ങൾക്ക് മാത്രം യാതൊരു എളുപ്പമില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ആർക്കൊക്കെ അത് തകർന്നായിട്ട് കാണിക്കണം. അതിന് പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചന ഉറപ്പായിട്ടും കാണിക്കണം. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഈ ഒരു മരുന്ന് ക്ഷാമം എന്നുള്ളത് നമ്മളിപ്പോൾ ഞാൻ തന്നെ എല്ലാവരും ഡോക്ടേഴ്സിനോട് പറയും, നിങ്ങൾ അതിലൊരു കൃത്യ മോണിറ്ററിംഗ് ഉണ്ടാകണം. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. ഏതെങ്കിലും ഒരു 30% ഏതെങ്കിലും ഒരു മരുന്ന്, ഇപ്പോൾ പ്രമേഹത്തിനുള്ളൊരു മരുന്ന് 30% ഇനി ശേഷിക്കുന്നുള്ളൂ എന്ന് വെക്കാം. 30% ആകുന്നതിന് മുൻപ് അറിയിക്കണം വെയർ ഹൗസിൽ. ഈ മരുന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നത് ഇവിടെ പ്രവർത്തിക്കേണ്ടവർ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാത്തതുകൊണ്ടല്ലേ? ടീം പോയി, കിടപ്പാടവും പോയി, പാപ്പാടുണ്ടായിരുന്ന മാനവും പോയി. ആണ് തീർച്ചയായിട്ടും അല്ലേ? അതെ. അപ്പൊ അത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതായിരിക്കുമോ? ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. നിങ്ങൾക്ക് രാജിവെച്ചുകൂടെ മന്ത്രി? നിങ്ങൾ അവിടെ കടിച്ചു തൂങ്ങിയിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾ ഇറങ്ങിപ്പോകൂ. ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട്. ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി.